അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. സ്വഹീഹ് മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. മൻ നഫ്ഫസൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരാൾക്കൊരു പ്രയാസമുണ്ട്, ഒരു വിഷമമുണ്ട്. ആ വിഷമത്തിൽ നമ്മളും പങ്കാളിയായിക്കൊണ്ട് ആ മനുഷ്യനെ നമ്മൾ സഹായിച്ചാൽ ഖിയാമത്ത് നാളിൽ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുന്നു. ഒരാളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരു അപേക്ഷയും എഴുതണം. നമ്മളാൽ കഴിയുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അദ്ദേഹത്തെ സഹായിച്ചാൽ ഖിയാമത്ത് നാളിൽ നമുക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു അവിടെ നൽകും. ഇത് വീട്ടിലും നൽകും. നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ദുആ കൊണ്ടെങ്കിലും അവരെ സഹായിക്കാൻ കഴിയും. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. രോഗമാണ്, കഷ്ടപ്പാടാണ്, എന്ത് പ്രയാസമാണെങ്കിലും അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അവന്റെ വിഷമം നീക്കാൻ നമ്മുടെ നാവ് തന്നെ മതിയാകും. നമ്മളെ ശക്തരാണ്, അവൻ ദുആ ചെയ്താൽ ഫലിക്കില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. അതൊരു വിനയമാണ്. അങ്ങനെ തോന്നുന്നത് വലിയ മഹാന്മാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ ദുആ ചെയ്താൽ ഫലിക്കില്ല. അതൊരു വിനയമാണ്. അങ്ങനെ വിനയം ഉണ്ടാകുന്നതിനോട് ഫലിക്കാറില്ല. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാം. അള്ളാഹു അവന്റെ പ്രയാസം നമുക്ക് പഠിക്കാൻ, അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ പൈസയില്ല, ഫീസ് അടക്കാൻ വകയില്ല, അവർക്ക് അള്ളാഹുവെ ഒരു വഴി കാണിച്ചു കൊടുത്തു എന്ന് അള്ളാഹു ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ ഇതിനെ ഉണർത്തിക്കൊണ്ട് ഒരു ആയത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ ഖസഫിലെ 5-ാമത്തെ ആയത്താണ്. വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫൂ ഫിൽ അർളി വനജ്അലഹും അഇമ്മത്തൻ വനജ്അലഹുൽ വാരിസീൻ. ദുനിയാവിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ഗുണം ചെയ്യണം. വനജ്അലഹും അഇമ്മത്തൻ വനജ്അലഹുൽ വാരിസീൻ. അവരെ ജനസമൂഹങ്ങളിൽ ഉയർന്ന വ്യക്തികളാക്കി എടുക്കണം, അവരെ കഴിവുള്ളവരാക്കണം, അവർക്ക് പ്രചോദനം നൽകണം. ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമുക്കും അല്ലാഹു ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും. നമ്മുടെ മീസാനിൽ അല്ലാഹു തൂക്കം കൂടുതൽ നൽകുന്നു. അങ്ങനെ നമ്മളെ പ്രതിഫലം കൂടിയവരായി അല്ലാഹു ആഖിറത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സന്മനസ്സ്, അതിനുള്ള ശേഷി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം ഈമാനോടുകൂടെ മരണം സംഭവിച്ച് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട് അതിൽ കടന്ന് സന്തോഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം നിസ്കരിച്ച ഫർള് നിസ്കാരം, നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിച്ച എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു ബർസഹിയ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു ഇഹപര വിജയങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജോലികൾ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബർക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.